എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയുമായുള്ള ജീവിതം നിലനിൽപ്പുള്ളൊരു ജീവിതമായിരിക്കുമെന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ പൈലായ CH റീഡിങ്ങിലേക്ക് പോകാം. ആ വ്യക്തിയുമായിട്ടുള്ള ജീവിതം ഒരു നിലനിൽപ്പുള്ള ജീവിതമായിരിക്കുമോ? തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ എന്താണ് ആ വ്യക്തിയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് ആ വ്യക്തി നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. ആ വ്യക്തിയോട് നിങ്ങളുള്ള ജീവിതത്തിൽ ഒരുപക്ഷെ ആ വ്യക്തിക്ക് സ്വന്തമായൊരു തീരുമാനം എടുക്കാനുള്ള കഴിവില്ല. അറിവും വിവരവും ഓരോ സമയത്തും എന്തൊക്കെ ചെയ്യാനുള്ളത് എന്നറിയാം, പക്ഷേ അവ കണ്ടറിഞ്ഞ് ചെയ്യുവാനോ സ്വയമേവ ചിന്തിച്ചൊരു കാര്യം ചെയ്യാൻ ആ വ്യക്തിക്ക് സാധിക്കില്ല. പക്ഷെ നിങ്ങളുടെ സപ്പോർട്ടോടുകൂടി, നിങ്ങളുടെ പിന്തുണയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ആ വ്യക്തിക്ക് എല്ലാം സാധിക്കും. ആ വ്യക്തിയെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നൊരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ആ വ്യക്തിയിലുണ്ട്. അത് ഓരോന്നും ഓരോ സമയത്തും നിങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടും അത് മനസ്സിലാക്കിക്കൊണ്ടും ആ വ്യക്തിയെ ആ രീതിയിൽ കൊണ്ടുപോകേണ്ടതാണ്. ആ വ്യക്തി നിങ്ങൾ പറയുന്ന എന്തിനും തയ്യാറാണ്. നിങ്ങളുടെ ആഗ്രഹപ്രകാരം നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നൽകുവാനൊക്കെ ആ വ്യക്തി തയ്യാറാണ്. ആ വ്യക്തിക്ക് അതിന് സാധിക്കുകയും ചെയ്യും. ആ വ്യക്തിയിൽ അത്തരത്തിലുള്ള മൂല്യങ്ങളുണ്ട് താനും. പക്ഷേ ആ വ്യക്തി ഉപയോഗപ്പെടുത്തുന്നതിൽ നിങ്ങൾ വിജയിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ആ വ്യക്തിയോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയും ആ വ്യക്തി അത് സ്വീകരിക്കുകയും ചെയ്യും. ആ വ്യക്തിയുടെ മനസ്സിൽ അതുണ്ട്, പക്ഷെ ആ വ്യക്തിക്ക് എങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു ബോധ്യമൊന്നുമില്ല. ആ വ്യക്തിക്ക് അറിവുണ്ട്. ആ വ്യക്തിക്ക് ഓരോ ഘട്ടത്തിലും സ്വീകരിക്കേണ്ട നിലപാടറിയാം. പക്ഷേ അത് സ്വയം മുൻനിർത്തി അല്ലെങ്കിൽ സ്വയം മുന്നോട്ട് കൊണ്ടുപോയി ചെയ്യുന്നതിന് ആ വ്യക്തിക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് തുറന്ന് സംസാരിച്ച് ആ വ്യക്തിയുമായിട്ട് അടുത്ത് നിങ്ങൾക്ക് ആ വ്യക്തിയോട് അത് ആവശ്യപ്പെടുകയും ആ വ്യക്തി നിങ്ങൾക്കത് നൽകുകയും നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യും. അങ്ങനെ ആ വ്യക്തി ഉപയോഗപ്പെടുത്തുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. കാരണം ആ വ്യക്തി വലിയ ആത്മാർത്ഥതയുള്ളൊരു വ്യക്തിയാണ്. മറ്റുള്ള ആളുകളെ പോലെയല്ല. ജീവൻ പോയാലും നിങ്ങളെ ചതിക്കുകയോ വഞ്ചിക്കുകയോ നിങ്ങൾക്കൊപ്പം മാറി നിൽക്കുകയോ ചെയ്യുന്നൊരു വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ജീവിത അകലം, കൃത്യമായൊരു ജീവിത ഗതി ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്കുണ്ടാവും. നിങ്ങളും ആ വ്യക്തിയും ചേർന്നുള്ള ജീവിതം വളരെ മനോഹാരിത ഉള്ളതും നിങ്ങൾക്ക് നിലനിൽപ്പുള്ളതുമായിരിക്കും. പക്ഷേ കൃത്യമായിട്ട് നിങ്ങൾ ആ വ്യക്തിയെ ഉപയോഗപ്പെടുത്തുക, കൃത്യമായിട്ട് ആ വ്യക്തിയെ നിങ്ങൾ മനസ്സിലാക്കുക, ആ വ്യക്തിയിലെ ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾ നയിച്ച് കൊണ്ടുപോവുക എന്നുള്ളതിനാണ് പ്രധാനം. അടുത്തതായി രണ്ടാമത്തെ പൈൽ സ്വീകരിച്ച വ്യക്തികളുടെ റീഡിങ് പറയാം. ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ജീവിതം ഇനിയും തുടങ്ങുകയില്ലെങ്കിൽ നിങ്ങൾക്കത് വലിയ നഷ്ടമായിട്ട് മാറും. കാരണം ആ വ്യക്തിയും നിങ്ങൾ ഒരുമിച്ച് ചേർന്നുമ്പോൾ നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നു. അത്രത്തോളം നിങ്ങൾക്ക് ഉയർച്ച നേടുന്ന ഒരു ബന്ധവും ഒരു സ്നേഹവും ഒരു സൗഹൃദവും നിങ്ങൾക്കുണ്ടാവില്ല. എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച നേടാനും ജീവിതത്തിൽ മുന്നേറ്റം നേടാനും സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങളത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോവുക, ഉപയോഗപ്പെടുത്തി ജീവിതത്തിൽ വിജയം ഉണ്ടാക്കുക, അതിലേക്ക് നിങ്ങൾ എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ്. ഇതുവരെ നിങ്ങളത് ഉപയോഗപ്പെടുത്തിയില്ല. ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം, ആ വ്യക്തിയുമായിട്ടുള്ള സൗഹൃദം, ആ വ്യക്തിയുമായിട്ടുള്ള ഇഷ്ടം, പ്രണയം, അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തെറ്റ്. നിങ്ങൾ മറ്റു കാര്യങ്ങളിലേക്ക് എൻഗേജ് ചെയ്ത് ഒരുപാട് സമയം കളയുകയും നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കാനും നിങ്ങൾക്ക് മുന്നേറാൻ കഴിയാവുന്ന സാഹചര്യങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ അനാവശ്യമായ കാര്യങ്ങളിലേക്കാണ് ഇതുവരെ പോയത്. അനാവശ്യമായ ബന്ധങ്ങളിലേക്കാണ് പോയത്. യഥാർത്ഥത്തിൽ നിങ്ങൾ ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തെ പരിപോഷിച്ച് മുന്നോട്ട് പോകേണ്ടതായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ഉന്നത വിജയം ഉണ്ടാകുകയും ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ജീവിതത്തെ കൂടുതൽ കാണണം, ജീവിതത്തെ കൂടുതൽ അറിയണമെന്ന് പറയുന്നത്. ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന, നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാക്കാൻ കഴിയുന്ന പല ഘട്ടങ്ങളും ഉണ്ടായിരുന്നു. ആ ഘട്ടങ്ങളിലൂടെ എല്ലാം കടന്നുപോയി ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അങ്ങനെ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കതൊരു വലിയ പരാജയമായിട്ട് മാറും. നിങ്ങൾ ആ വിജയത്തെ, ആ മുന്നേറ്റത്തെ ഉപയോഗിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ജീവിതമായിട്ട്,
ഏറ്റവും നല്ലൊരു മുന്നേറ്റമായിട്ട് നിങ്ങൾക്കത് കാണാൻ കഴിയും. മറ്റുള്ളവർ കാണുന്നത് പോലെയല്ല, ആ വ്യക്തിയിലെ ഓരോ മൂല്യങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ആ മൂല്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിന് നിങ്ങൾ ധൃതി ഇതുവരെ കാണിക്കാത്തത് നല്ലതാണ്. പക്ഷേ അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ആ അവസരങ്ങൾ ഉപയോഗിക്കുക. ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് വല്ലാത്ത രീതിയിലുള്ളൊരു മുന്നേറ്റം സമ്മാനിക്കും. ആ വ്യക്തി നിങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആ ആത്മാർത്ഥതയും ആ ഗുണങ്ങളും ആ മൂല്യങ്ങളും അടുത്തറിയാൻ കഴിയും. ജീവിതത്തിൽ തിരിഞ്ഞു നോക്കാത്തത്ര മുന്നേറ്റങ്ങളും വിജയങ്ങളും നിങ്ങൾക്കുണ്ടാക്കാൻ കഴിയും. നിങ്ങൾക്കങ്ങനെ വളരെ പോസിറ്റീവായിട്ട് ജീവിതത്തെ കൊണ്ടുപോകാനും മുന്നേറാനും കഴിയും. ആ അവസരം നിങ്ങൾ തീർച്ചയായിട്ടും വിനിയോഗിക്കുക. അത് വിനിയോഗിക്കപ്പെടാതെ പോയാൽ നിങ്ങളെ സംബന്ധിച്ച് അതൊരു വലിയ നഷ്ടമായി മാറും. അത് വിനിയോഗിക്കപ്പെടുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കാര്യം. അത് കൃത്യമായി നിർവഹിച്ച് അത് കൃത്യമായി വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും. അതുതന്നെയാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.